നമസ്കാരം. വിഷുമായി സോമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ഉന്നതി ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നത്. ഭക്തിയോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി അനുഗ്രഹിക്കും. വരാഹിയുടെ രൂപം ഉഗ്രമാണ്, എന്നാൽ ദേവി ഒരു കുട്ടിയുമാണ്. തൻ്റെ ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞവളുമാണ്. പൂർണ്ണ മനസ്സോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ എല്ലാ ആഗ്രഹവും ദേവി നടത്തിത്തരും എന്നതാണ്. എന്നാൽ നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രാർത്ഥനകളെല്ലാം ദേവി കേൾക്കും. എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. വരാഹി മന്ത്രം ജപിക്കുന്നവരുടെ പാതയിൽ എല്ലാ പ്രതിബന്ധങ്ങളും നീക്കുകയും സർവ്വ ഐശ്വര്യവും സമ്പത്തും നൽകി ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും. ശത്രുദോഷങ്ങൾ, മന്ത്രവാദങ്ങൾ, അകാല മരണങ്ങൾ തുടങ്ങിയ മറ്റു അപകടങ്ങൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ജപിക്കുന്ന ഒരു അതിശക്തമായ മന്ത്രമാണ് വരാഹി വജ്രഘോഷ മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ദേവിയുടെ കാവൽ ഒരു വജ്രകവചം പോലെ ഭക്തന് ലഭിക്കുമെന്നാണ് വിശ്വാസം. മന്ത്രം: ഓം ശ്രീ വരാഹി വജ്രഘോഷ വരാഹി നമഃ. വജ്രം പോലെ കഠിനമുള്ളതും കവചവും നൽകി ദേവി നമ്മളെ സംരക്ഷിക്കും. ഭയത്തിൽ നിന്നും സ്വയം സംശയത്തിൽ നിന്നും മോചനം നൽകി ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. ഈ മന്ത്രം ദിവസം 28 തവണ 108 തവണയോ ജപിക്കുന്നത് ഉത്തമമാണ്. വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണമായ ഭക്തി വേണമെന്നാണ് പറയുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭയം അകറ്റി ജീവിതത്തിലെ വലിയ വിജയങ്ങൾ നേടാനും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി ദീർഘായുസ്സും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ നീക്കി ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വജ്രഘോഷം എന്നത് ദേവിയുടെ ആയുധമായ വജ്രായുധത്തിൻ്റെ ശക്തിയും ഇടിയുടേതുപോലെയുള്ള ശബ്ദത്തെയും സൂചിപ്പിക്കുന്നു. ഇത് നെഗറ്റീവ് ഊർജത്തെ തടസ്സങ്ങളെയും പൂർണ്ണമായി നീക്കം ചെയ്ത് പോസിറ്റീവ് ഊർജവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി സകലവിധ ഐശ്വര്യവും ദേവി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ എന്തു തന്നെ പ്രശ്നമാണെങ്കിലും ദേവിയോട് പ്രാർത്ഥിച്ചാൽ ദേവി എല്ലാവിധ ഐശ്വര്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.